നമ്മളിന്ന് വന്നേക്കണത് കരക്കുളം ബ്രിഡ്ജ് ആ ഒരു ഭാഗത്തേക്കാണ്. നമ്മൾ ചാലക്കുടി സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർക്ക് പോണ സൈഡ് അപ്പോൾ കാണുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ബ്രിഡ്ജ്. ഞാൻ മുന്നേ വരുമ്പോൾ ഇവിടെ വെള്ളമില്ല, വെള്ളം മഴ കുറവ് ടൈമിലാണ് വരാറ്. അന്ന് ഇവിടെ വെള്ളം അധികം ഇല്ല. ഇപ്പോൾ ഇവിടെ കണ്ടത്തിലാണെങ്കിലും വെള്ളമുണ്ട്. ഞാറിട്ടതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്, നല്ലൊരു പച്ചപ്പും ഹരിതാപമൊക്കെ ഉണ്ട്. നമുക്ക് നടന്നു നോക്കാം. അവിടെ കുറച്ച് ഹിന്ദിക്കാർ മീൻ പിടിക്കാൻ ചൂണ്ടിടുന്നുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ജസ്റ്റ് പോയിട്ട് വരാം. ഇവിടെ ചെറിയൊരു വെള്ളം പോകാൻ തോട്, അടിയിൽ കൂടെ അണ്ടർ പാസേജ്. നമ്മുടെ പാടത്തേക്ക് നമ്മുടെ ഇവിടെ നിന്ന് ഇവിടെ നോക്കണതേ പാലം കണ്ടതേ, പാലം കാണാം, റെയിൽവേ ബ്രിഡ്ജ്. അവിടെ ദേ ഇപ്പം എൻ്റെ വണ്ടി ഇരിക്കുന്നു, അവിടെ അനിയൻ നിൽക്കുന്നുണ്ട്. കണ്ട നല്ല ഭംഗിയാണ് സ്ഥലം കാണാൻ. ട്രെയിൻ പോണ ആ വിഷ്വലൊക്കെ, ആ വീഡിയോ നല്ല രസമായിരിക്കും. നമുക്ക് നടന്നു പോയിട്ട് വരാം. ഹിന്ദിക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. എൻ്റെ പേരുണ്ട്, എങ്ങാണ്ട് പോവാം. ഒരു മീൻ കണ്ടിരുന്നാലോ ഞാൻ കാരണം അതിൽ പതുക്കെ പോവാം. കണ്ട ഭായിമാരിവിടെ മീൻ പിടിക്കാതിരിക്കുന്നുണ്ട്. 1 2 3 4 5 ഭായിമാർ. പിന്നെ ഇവിടെ ചെറിയൊരു പാലം പോലെ, തടയണ പോലെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല സൗണ്ട് ഉണ്ട് വെള്ളം പോണത്. കാണണോ പവറ്? ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം പവറിലെ വെള്ളം തന്നെ. ഇവിടെ എത്തുമ്പോൾ കുറച്ച് തോടിന് കുറച്ച് വീതി കൂടുന്നുണ്ട്. നമുക്ക് ഇവിടെ അങ്ങോട്ട് ആ സൈഡിൽ നിന്ന് നമുക്ക് വരുമ്പോൾ തോട് അധികം വീതിയില്ല. ഇവിടേക്ക് വരുമ്പോൾ നോക്കിയാൽ കണ്ട കുറച്ച് വീതിയായി. അങ്ങോട്ടൊരു ബായ് പോയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. അവിടെ ഒറ്റയ്ക്കാണ് മീൻ പിടിയുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ ഇവിടെ വരണ്ടെന്ന് പറഞ്ഞ വഴി, അത് വേറെ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ കമോൺ. എന്നാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാൻ. നല്ല പച്ചപ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണുന്ന ഒരു പോസിറ്റീവ് വൈബൊക്കെ ഉണ്ട്. പാമ്പെല്ലാം ഉണ്ടാവോ? കണ്ട ഈ ആ കാറ് പോണത് നോക്കി, കണ്ട പച്ചപ്പും വെള്ളക്കാറും. പാവും അതൊന്നും അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് തന്നെയാണ്. വഴി അങ്ങോട്ട് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനെല്ലാം അങ്ങോട്ട് പോകണില്ല. അവിടെ ഇപ്പം അതേ ആ ബായ് അവിടെ നിന്ന് പിടിക്കുന്നുണ്ടാ. എന്താ പശയൊക്കെ ഉണ്ട്, താടി കൊളുത്തിയ പശക്ക് ലുക്ക്. എന്നാലും നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോവാം. നമുക്ക് ഇവിടുന്ന് ഒരു ട്രെയിൻ പോണൊരു വീഡിയോ എടുക്കാം. കഴിഞ്ഞ എൻ്റെ വീഡിയോയും ഒരു ട്രെയിൻ വീഡിയോ ആയിരുന്നു. സെറ്റാക്കാം നമുക്ക്. ഇവിടുന്ന് നല്ലൊരു
അടിപൊളി വ്യൂ ആയിരിക്കും ട്രെയിൻ പോണ ആ വ്യൂ കാണാനായിട്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ട്രെയിൻ വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ട്രെയിൻ പോയുള്ളൂ, ഇനി അടുത്ത് വന്നത് വെയിറ്റ് ചെയ്യാം. ബായി ഇങ്ങോട്ട് വന്നു. നമ്മൾ കണ്ട ബായി ഇപ്പോൾ ഇവിടേക്ക് മീൻ പിടിക്കാൻ വന്നിട്ട് ട്രെയിൻ വരാനുണ്ട്. നമുക്ക് ഈ സൈഡിൽ നിന്ന് കാണിച്ചു തരാം ആ ഒരു വ്യൂ. നമ്മുടെ പാലത്തുമ്മ കയറുമ്പോഴേ ഉള്ള വ്യൂ. എന്തായാലും വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, നൈറ്റ് ഡ്യൂട്ടി. അപ്പോൾ വീട്ടിൽ പോകാൻ നോക്കട്ടെ. ഒരു ടൈം കൂടി വന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പോവാം. പിന്നെ ഈ മരം കൊള്ളാട്ടാ, ഇഷ്ടമായി. ഒരുപാട് ഇലയൊന്നുമില്ല, എന്നാലും ഇലയൊക്കെ എടുത്ത് വന്നുള്ളൂ. കൊള്ളാം, രസമുണ്ട്. ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. മഴക്കാറല്ല, ആകപ്പാടെ ഒന്ന് മൂടിക്കെട്ടി നിൽക്കാം. കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, മഴ പെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ചാലക്കുടി ഭാഗത്തുള്ളവരൊക്കെ മാക്സിമം ഇവിടെ വരാൻ നോക്കുക. നല്ല ഈവനിങ്ങിലൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടായിരിക്കും. ഞാനിപ്പോൾ ഈ വഴി പോയതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് കയറുതാ. ഈവനിങ്ങിൽ നല്ല സൺസെറ്റ് ഉള്ള ടൈമിൽ വരണം. മഴക്കാറുള്ളപ്പോൾ സൺസെറ്റ് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. സൺസെറ്റൊക്കെ ഉള്ള ടൈമിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ആ ഒരു എന്താ പറയുക, ഗോൾഡൻ അവർ പിന്നെ വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തെ ആ ലൈറ്റും സൂപ്പറായിരിക്കും. അടിക്കൂടെ പോയിട്ട് വരാം. ഞങ്ങൾ വന്നത് ഈ വഴിയാണ്. ഇവിടെയൊക്കെ ഫുള്ള് കുണ്ടും കുഴിയാണ്.
സീനാണ്. വണ്ടി വന്നു കഴിഞ്ഞാൽ തലേ കൂടെ വീടും വെള്ളമാവും ബാക്കി സാധനങ്ങളൊക്കെ. ഇപ്പോൾ വെയിലായിട്ടാ, നേരത്തെ മഴക്കാരായിരുന്നു. അതേ നല്ലൊരു വെയിലായിട്ടുണ്ട്. അത് വരുമ്പോൾ ഒരു കവാടം പോലെ കണ്ട രസമുണ്ട് ഇവിടെ നോക്കുമ്പോൾ. വെയിൽ കാരണം കണ്ട് നടന്നു പോണ്. ശരി എന്നാ, ബൈ. ഈ വണ്ടിയുടെ സ്റ്റോപ്പുള്ള വണ്ടിയാന്ന് തോന്നുന്നു. നേരത്തെ വണ്ടികൾക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല, നല്ല സ്പീഡിലാണ് പോയത്. സ്ലോ വേ ഉണ്ട്. ബ്രേക്ക് ഉണ്ട്. ഓക്കെ.